എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ എന്നും കൊടുക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ലേ. ഇന്നൊരു വെറൈറ്റി. ഞാൻ ഷാർജയിലുള്ള എൻ്റെ മോളുടെ വീട് കാണിച്ചു തരാം നിങ്ങളെല്ലാവരും. വാ, ഇതാണ് പാസേജ് കഴിഞ്ഞിട്ട് നമുക്ക് ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രധാന വാതിൽ. ഇതെൻ്റെ കുഞ്ഞുമക്കളുടെ സൈക്കിളാണ് അവിടെ ഇരിക്കുന്നത്. ഇത് ഹോള്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു സ്ഥലമാണുള്ളത്. അവിടെ ഇങ്ങനെ എൻ്റെ മോളുടെ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. അവൾ തന്നെ പെയിൻറ്റ് ചെയ്യുന്നതാണ്, പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ, അവൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ദൈവം കൊടുത്ത കഴിവ്. ഇതാണ് സിറ്റ് ഔട്ട്, ഹോളും ഡൈനിങ് ഏരിയയും കൂടി ഒന്നിച്ചാണ്. അതിൽ നിന്ന് കുറച്ച് തിരിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ വരച്ച പെയിൻറ്റിങ്ങുകളാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത് കിച്ചണാണ്. കിച്ചണിലേക്ക് കടക്കുമ്പോൾ തന്നെ കിച്ചൺ ഇച്ചിരി മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. കിച്ചണിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഇത് വെക്കാനുള്ള സ്ഥലമുണ്ട്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം അതിനകത്ത് തന്നെയാണ്. കിച്ചണിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിലത്തെ ലൈറ്റും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുള്ളതും ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൽക്കണിയാണ് കാണുന്നത്. 2 ബെഡ്റൂമാണ്, 2 ബാത്റൂമും. ഇതും ഒരു ബാത്റൂമാണ്. ഇത് മോളുടെയൊക്കെ ബെഡ്റൂമാണ്. കുഞ്ഞുവാവ ഉറങ്ങുന്നുണ്ട് അവിടെ. അവിടെയുണ്ടൊരു ബാൽക്കണി. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. ടൗണിൻ്റെ നടുക്ക് തന്നെയാണ്. വലിയ പൊടിയും ശല്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഞങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും കൂടെ അവിടെയാണ് കിടക്കുന്നത്. വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൻ്റെ ആ ബാൽക്കണി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവിടെ നോക്കാം, നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. കുക്കിംഗ് ചെയ്യുമ്പോഴും അതൊരു ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഷാർജയിലുള്ള ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ സൗണ്ടൊന്ന് വേറെയും ദൃശ്യങ്ങളൊന്ന് വേറെ ആയിട്ട് വരാറുണ്ട്. എനിക്കിത് പരിചയക്കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.